എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. അതിനായിട്ട് വെള്ളരി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി സോഫ്റ്റ് ആക്കിയതിന് ശേഷം വേണം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഈസ്റ്റ് 1/2 കപ്പോളം നാളികേരം ചിരകിയത്. ഇത് അരി നന്നായി മിക്സിയിൽ അരച്ച അരപ്പാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോറാണ് മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കേണ്ടത്. ആ അരപ്പും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരം ചിരകിയതും ഈസ്റ്റും പഞ്ചസാരയും കൂടെ നന്നായി മിക്സിയിൽ ഫൈൻ പേസ്റ്റാക്കി അരച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മളിതിലേക്ക് 6 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൈവച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെയാണ് നമ്മൾ മാവ് പൊന്താനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ലൂസിലാണ് നമ്മൾ മാവ് പൊന്താനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് മാവ് നന്നായി പുളിച്ച് പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ആണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മറച്ചിടേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.